ഹലോ, എന്താ ഞാൻ ഇത്രയും വളകൾ കൊണ്ട് ചെയ്യണമെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത്? അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ ആയി നമ്മളൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഈ പെട്ടി കണ്ടിട്ട് നിങ്ങൾ വിചാരിക്കും ഇവളെന്താ ഈ കുക്കീസും കൊണ്ട് നമ്മളെ കൊതിപ്പിക്കാൻ വരികയാണോ എന്ന്. സത്യത്തിൽ അതിനകത്ത് കുക്കീസ് അല്ലാട്ടാ, പറ്റിച്ച് വേറെ ഒന്നല്ല. അത് ഞാൻ കുവൈറ്റിൽ നിന്ന് കുക്കീസ് കൊണ്ടുവന്നാണ്. ഇപ്പം അതിനകത്ത് കുക്കീസ് അല്ല കേട്ടോ, ഇപ്പം അതിനകത്ത് എൻ്റെ കുറച്ച് കുപ്പിവളകളാണ്. അപ്പം ഞാൻ ആ കുപ്പിവളകളെല്ലാം അടുക്കി പെറുക്കി വെക്കാമെന്ന് കരുതിയിട്ട് ഒരു കണ്ടൻറ്റും ആയിക്കോട്ടെ എന്ന് കരുതി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആ ബെല്ലൈക്കനും ഒക്കെ ഒന്ന് പ്രസ് ചെയ്ത് വിടുക, എന്നാൽ നോട്ടിഫിക്കേഷനൊക്കെ വരുമല്ലോ. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ചെറിയൊരു ലൈക്ക്, പിന്നെ ചെറിയൊരു കമൻറ്റ് എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ മതി. കുറ്റമോ കുറവോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്തെങ്കിലും ഇട്ടോ. പിന്നെ നിങ്ങൾ എന്തെങ്കിലും സജഷനായിട്ട് ഇന്ന വീഡിയോ ചെയ്യുമെന്ന് പറയുകയാണെങ്കിൽ എന്നെക്കൊണ്ട് പറ്റുകയാണെങ്കിൽ ഞാൻ ചെയ്യാം. ഉറപ്പൊന്നും പറയുന്നില്ല, എന്നാലും ഞാൻ ചെയ്യും. അപ്പോൾ കുറേ നാളുകൊണ്ട് എന്താ പറയുക, ഈ വളകളെല്ലാം അവിടെ ഇവിടെയോ ആയിട്ട് വെച്ച്, പിന്നെ ഈ സ്റ്റാൻഡ് ഉണ്ടോ, ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ്. വാങ്ങിച്ചിട്ട് 1 വർഷം കഴിഞ്ഞു. അതിനകത്ത് കുറേ വളകൾ വെച്ചിട്ടുണ്ട്, ഇടാത്തത് ഇട്ടതും. അതെടുക്കാതെ അവിടെ വെച്ചിട്ട് ഭയങ്കര പൊടി, പറഞ്ഞാൽ ഭയങ്കര പൊടി. തട്ടി മതിയായി. അപ്പോഴത്തേനും പൊടിയെല്ലാം നമ്മുടെ മേലെ വരിക. ചുമയൊക്കെ വന്നുട്ടാ, ചുമയല്ല തുമ്മലൊക്കെ വന്നു, പൊടി മൂക്കി കയറിയിട്ട് അത്രയ്ക്കും പൊടിയാണ്. പിന്നെ ഒരു തുണിയെ വെച്ച് വളയടക്കം തട്ടി തുടച്ചെടുത്തു. അത് മാത്രമല്ല, പിന്നെ എല്ലാം മാറ്റിയിട്ട് സ്റ്റാൻഡൊക്കെ ലൂസാണോ ടൈറ്റാണോ എന്ന് പറഞ്ഞിട്ട് നോക്കി. ഇത് ഞാൻ മേടിക്കുമ്പോൾ 131 രൂപയാണ്. പക്ഷേ ഇപ്പം മീഷോയിലെ വെറും 80 രൂപ 90 രൂപയുള്ളൂ. അപ്പം ഞാൻ പറ്റിക്കപ്പെട്ടതാണോ അതോ കാലം മാറിയപ്പോൾ വില കുറഞ്ഞതാണോ എന്നറിയില്ല. എന്തായാലും കുഴപ്പമില്ല, നമ്മൾ വാങ്ങിച്ചിട്ട് 1 വർഷം കഴിഞ്ഞല്ലോ, അപ്പം പിന്നെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെ വളകളൊക്കെ അടുക്കി പെറുക്കി വെക്കാൻ കരുതി. അപ്പോൾ അതിൻ്റെ എക്സ്പ്രഷൻസൊക്കെ ആയിരിക്കും എൻ്റെ ഫേസിൽ നിങ്ങൾ കാണുന്നത്. പിന്നെ ആദ്യം തന്നെ മുടിയിൽ ഞാനിങ്ങനെ കൈ കൊണ്ട് ചെയ്തില്ല. അതെന്താണെന്ന് വെച്ചാൽ, വീക്കിലി 2 ടൈംസ് മാത്രമേ ഞാൻ എൻ്റെ തലയിൽ എണ്ണയൊക്കെ തേച്ചിട്ട് ഹെയർ വാഷ് ചെയ്യുള്ളൂ. ആ സമയത്ത് ഇന്ന് ഹെയർ വാഷ് ഡേ ആയിരുന്നു. അപ്പോൾ തലയിൽ ഷാമ്പൂ ഒക്കെ ഇട്ട് മുടി പറപറാന്ന് പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അതാണ് കേട്ടോ സംഭവം, അല്ലാതെ തലയിൽ പേനോ താരനോ ഒന്നുമല്ല. പിന്നെ ഈ വീഡിയോ ഞാൻ എടുത്തത് എപ്പോഴായിരുന്നു, ഇത് ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ് കേട്ടോ. ശനിയാഴ്ച അല്ലേ, വെള്ളിയാഴ്ച, നമ്മുടെ കർക്കിടകം 1 അന്ന് എടുത്ത വീഡിയോ ആണ്. പക്ഷേ പോസ്റ്റ് ചെയ്യാൻ ലേറ്റായി, കുറച്ച് തിരക്കിൽ പെട്ടു. എഡിറ്റിങ് ചെയ്യണ്ടേ, ഇതുപോലെ വോയിസ് ഓവറൊക്കെ കൊടുക്കണ്ടേ. അതിൽ ഓൾറെഡി ഞാൻ വോയിസ് ഒക്കെ ഇട്ട് സംസാരിച്ചു, പക്ഷേ വലിയ ക്ലിയറും ക്ലാരിറ്റി ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ അതങ്ങോട്ട് മ്യൂട്ട് ചെയ്തു. അപ്പം നിങ്ങൾ അതിൻ്റെ വോയിസ് മാച്ചിങ് നോക്കണ്ട, എൻ്റെ വോയിസിൽ മനസ്സിലാവുന്നത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ ഇതാ പച്ചയുണ്ട്, ചുവപ്പുണ്ട്, നീലയുണ്ട്, കറുപ്പുണ്ട്, പിന്നെ ഗോൾഡൻ കളറിൽ മെറ്റൽ ടൈപ്പുണ്ട്, വൈറ്റ് കളറിൽ മെറ്റൽ ടൈപ്പുണ്ട്, പിന്നെ അങ്ങനെ കുറേ കളറൊക്കെ ഉണ്ട്. അതൊക്കെ മേടിച്ചിട്ടുണ്ടോ എന്നാലും വല്ല ഫങ്ഷന് മേടിക്കും, പിന്നെ ഇടത്തേ ഇല്ല. പിന്നെ അമ്മയൊക്കെ അമ്പലത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ വാങ്ങിച്ചിട്ട് വരും. പിന്നെ ഞാനും കാണുമ്പോൾ മേടിക്കും, പിന്നെ ഇടാറേയില്ല. നമ്മളെ വല്ല സാരിയോ പട്ടുപാവടയോ ധാവണിയോ കുടുംബം മാത്രമേ ഇതിടുള്ളൂ. ചുരിദാറിൻ്റെ കൂടെയൊക്കെ നമുക്ക് കുപ്പിവള ഇട്ടിട്ട് പോകും. അതൊരു മാച്ചില്ലല്ലോ, ഒരു വൈബില്ലല്ലോ, ഒരു ട്രഡീഷണൽ ലുക്ക് നമുക്ക് തരില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് മൊത്തം പൊടി. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, ഈ പെണ്ണെന്താണ് ക്ലീനിങ് ഒന്നും ചെയ്യാണ്ട് പൊടി പിടിച്ചിരിക്കുകയാണ്. ആക്ച്വലി നമ്മുടെ വീട്ടിൽ എത്ര ക്ലീൻ ചെയ്താലും പെട്ടെന്ന് പൊടി വരുന്നുണ്ട്, എന്താണെന്നറിയില്ല. ആഴ്ചയിൽ ഞാൻ ക്ലീൻ ചെയ്യുന്നുണ്ട്, പക്ഷെ ഭയങ്കര പൊടിയാണ്. പിന്നെ ഈ വളയുടെ സെറ്റ് പെട്ടി എന്താ പറയുക, ടേബിൾ സ്റ്റാൻഡിന് മേലെ ഇങ്ങനെ എപ്പോഴും വെച്ചുകൊണ്ടിരിക്കും. പിന്നെ അവിടേക്ക് പോകുന്നില്ല, അതുകൊണ്ട് ഇത്ര പൊടിയായിരുന്നേ ഉള്ളൂ, കാര്യമില്ല. പിന്നെ നിങ്ങളെല്ലാം സുഖമായിട്ട് സേഫായിട്ടിരിക്കണോ. ഞാൻ വള അടുക്കി പെറുക്കി വെക്കുകയല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ചെറിയ ചാറ്റിങ് പോലെ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടുണ്ട് ഇടയിൽ കൂടി ഇങ്ങനത്തെ സംസാരമൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാം സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു. മഴയൊക്കെ എങ്ങനെയാണ്, കാലാവസ്ഥ ഓക്കെ അല്ലേ? എന്താ പറയുക എൻ്റെ മക്കളെ, ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ വിഷുവില്ല, ഓണം, ക്രിസ്മസ്, പെരുന്നാൾ, ഈ 3 എണ്ണത്തിന് മാത്രമേ ലീവ് കിട്ടൂ. പിന്നെ വല്ല ഹർത്താലോ പണിമുടക്കോ വരണം. ഇപ്പോഴത്തെ പിള്ളേർക്ക് മഴ പെയ്താലും ലീവ്, വെയിലടിച്ചാലും ലീവ്, ഫുട്ബോൾ വന്നാൽ ലീവ്, ക്രിക്കറ്റ് വന്നാൽ ലീവ്. എൻ്റെ പൊന്നോ, കാലം പോയ പോക്കേ പറഞ്ഞിട്ട് കാര്യമില്ല.
അപ്പോൾ നിങ്ങളുടെ അനുഭവമൊക്കെ എന്താണെന്ന് കമൻറ്റിലൊന്ന് അറിയിക്കുക. പിന്നെ ഞാനിത്തിരി ഓവറായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം. ഞാനൊരു ഫ്രണ്ട്ലി ആയിട്ട് എന്തായാലും വളയൊക്കെ അടുക്കി വയ്ക്കല്ലേ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ, നിങ്ങൾക്ക് ബോറടിക്കേണ്ടെന്ന് കരുതിയിട്ടാണ് ഞാനിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും അടുക്കി പെറുക്കി വെച്ച് കഷ്ടപ്പെട്ട് എടുത്ത വീഡിയോ അല്ലേ, വെറുതെ എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ഇടുമ്പോഴത്തേനും എത്ര മിനിറ്റാണ് പോകുന്നത്. എന്നാലും 10-15 മിനിറ്റുള്ള വീഡിയോന് വെട്ടി ഈ 6 മിനിറ്റിൽ എത്തിക്കുന്നെങ്കിൽ ഞാൻ അതൊന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്യാം. അപ്പം നിങ്ങൾ എല്ലാം തുടച്ച് വൃത്തിയാക്കി അടുക്കി വെച്ചതിന് ശേഷം നിങ്ങളുടെ മുന്നിൽ കുറച്ച് ഷോക്ക് കാണിക്കാനായിട്ട് ആ കുപ്പി വെള്ളമൊക്കെ എടുത്ത് കിലുക്കി അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറേ കോപ്പറേങ്ങളൊക്കെ കാണിച്ചു. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഇതിനിടയിൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കരുത് ലൈക്കും ഷെയറും അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യുക. ഇഷ്ടപ്പെട്ട കമൻ്റൊക്കെ ഇടുക. അപ്പോൾ എൻ്റെ കയ്യിൽ വല്ല എന്താ പറയുക, ഈ പറക്കുന്ന തളയിൽ മറ്റേ അവളുടെ ബാസന്തിയെ പോലെ കൈനറി കുപ്പികളെയും കാര്യങ്ങളും ഇട്ടും വല്ല പ്രാന്തി ലുക്കുണ്ടോ ഇല്ല ക്യൂട്ടായിട്ടുണ്ടോ അതൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പം അങ്ങനെ വളയൊക്കെ ഇട്ട് പിന്നെ ഇങ്ങനെ ഊരുന്ന സമയത്ത് കുറച്ച് ടൈറ്റും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ മെല്ലെ ഊരി പിന്നെ ഒരു ഐഡിയ കണ്ടുപിടിച്ചു. ആ സ്റ്റാൻഡിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമുക്ക് വള ഡയറക്റ്റ് ആ സ്റ്റാൻഡിൻ്റെ ഇതിലോട്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഊരി കൊടുത്തു. ഭയങ്കര ബുദ്ധിയില്ല എനിക്ക്, അതാണ് അത്രയേ ഉള്ളൂ. ഭയങ്കര ബുദ്ധിയാണ്, എന്ത് ചെയ്യാൻ ഇട്ട് വയ്ക്കാൻ പറ്റില്ലല്ലോ. അപ്പം അങ്ങനെ ആ വളയൊക്കെ ഊരിയെടുക്കുന്ന സമയത്തുള്ള എൻ്റെ എക്സ്പ്രഷൻസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ് ബൈ.